ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് മന്തിൻ്റെ പ്രിപ്പറേഷനിലാണ്. ബർത്ത്ഡേക്ക് നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. അതിനായിട്ട് ചിക്കൻ ഇതാ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചത് നമ്മൾ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും മസാലയും അതേപോലെ ചിക്കനൊക്കെ വെച്ച് മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അത് നല്ല തീയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ടെടുക്കാം. റൈസ് ആദ്യമേ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള മന്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി തിരിച്ചിട്ടൊന്ന് ആ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും തിരിച്ച് ഇട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് റൈസ് ഇട്ടെടുക്കാം. ഒരു ബിരിയാണി വെക്കുന്നതിനേക്കാളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് മന്തി. അതാണ് നമ്മൾ വെന്ത് കഴിഞ്ഞ ചിക്കനിലേക്ക് നമ്മൾ മന്തി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മന്തി റൈസ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. തികച്ച ഓപ്ഷനിലാണ്. കളർ ആവശ്യമുള്ളവർക്ക് മാത്രം കളർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കളർ ചേർക്കണമെന്ന് ആരെന്തെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം അതേപോലെ കുറച്ച് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞയും ചുവപ്പും കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ചേർത്താൽ മതി. തികച്ച ഓപ്ഷനിലാണ് കേട്ടോ. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. കുറച്ച് ഞങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കളറും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും കളറൊന്നും എത്താൻ വേണ്ടിയിട്ട് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണൽ വെക്കേണ്ടത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ മന്തി. അതും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതേപോലെ ഇളക്കിയിട്ട് എല്ലാ സ്ഥലത്തും എത്തിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം സെൻട്രലായിട്ടൊരു കുഴി പോലെ ആക്കിയിട്ട് നമുക്കതിലേക്ക് എന്ത് വെച്ച് കൊടുക്കാം, കണൽ വെച്ച് കൊടുക്കാം. കണൽ ഈ അടുപ്പിൽ തന്നെ എടുത്ത കണലാണ്. കണലെടുത്തിട്ടൊരു പാത്രത്തിൽ അതിനുള്ളിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കണൽ അതിനകത്ത് ഇറക്കി വെക്കാം. അപ്പോൾ അത് നല്ല കണലുണ്ട്. കണൽ നമുക്ക് കോരിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കൊണല് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാത്രം അതിൻ്റെ അടിയൊക്കെ തുടച്ച് നമുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ട് ഈ കണലിൻ്റെ പാത്രം നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെച്ചു കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടായി നോക്കണം. അടിപൊളിയാണ് കേട്ടോ.
എന്നിട്ട് നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കും. അപ്പോൾ ആ കണലിൽ കിടന്ന് കുറച്ചും കൂടെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് എടുത്ത് വെക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കണലൊക്കെ ഇട്ട് നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ കഴിച്ചു, അടിപൊളിയാണ്. നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കാത്തവർ തീർച്ചയായും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ ഇതാ മിക്സ് ചെയ്ത് ചിക്കനൊക്കെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഫുള്ള് മിക്സൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് മന്തി. ഇതാ ഏകദേശം നമ്മളെ ആ ഒരു കളറ് കുറച്ചും കൂടി ഫുഡ് കളറൊക്കെ ചേർക്കുന്നവർക്ക് കറക്റ്റ് ആ കളറിൽ കിട്ടും കേട്ടോ. നമ്മൾ കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അല്ലെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് തികച്ച ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ അടിപൊളിയല്ലേ. നമ്മൾ പുറമേ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ഒരു കാണാൻ തന്നെ ആ ഒരു ലുക്കൊക്കെ ഇല്ലേ. ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി, അതായത് നമ്മൾ റൈസിൻ്റെ അതായത് ചിക്കൻ്റെ ഇതൊക്കെ ഒന്ന് ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിടുന്നത്. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കൻ നല്ല വെന്തിട്ടാണെങ്കിൽ അതിൻ്റെ പീസ് നമുക്ക് അൽഫാമായിട്ട് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ പറ്റുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഒരു ടച്ചപ്പിനായിട്ട് ടൊമാറ്റോ സോസും അതേപോലെ മയണൈസും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൈസ് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കഴിക്കാൻ പോകട്ടെ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലോ ഇഷ്ടമായില്ലെങ്കിലൊക്കെ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ആരെങ്കിലും ഗസ്റ്റ് വരിക അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ കുഴിമന്തി പുറമേ നിന്ന് വാങ്ങിക്കാറാണ് അധികം എല്ലാവരും ചെയ്യുക. അപ്പോൾ അതിനെ അങ്ങ് സ്കിപ്പ് ചെയ്യുക. കാരണം നമ്മളെ ഹെൽത്തിന് പല പ്രോബ്ലംസും ഉണ്ടാവും. കാരണം അവർ പല സാധനം കളേഴ്സൊക്കെ പല ഫുഡ് ഐറ്റംസ് ഫുഡ് കളേഴ്സൊക്കെ ചേർക്കുന്നതായിരിക്കും. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും ചേർക്കും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നത് വളരെ ഹെൽത്തിന് പ്രോബ്ലംസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ വീട്ടിൽ തയ്യാറാക്കി